വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നോട്ട് ഞാനിവിടെ ഒരു നോവലാണ് പറയുന്നത് കേട്ടോ. KR മീരയുടെ മാലാഖയുടെ മറവുകൾ, കരിനീല. ഇതിലെ ഘാതകനാണ് ഞാനിവിടെ പറയുന്നത്. പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ പാർട്ടും കേൾക്കുക. ഇപ്പം പാർട്ട് 1 നമ്മൾക്ക് കേൾക്കാം. കുട്ടികളുടെ കൺമുൻപിലാണ് ഏഞ്ചല കൊല്ലപ്പെട്ടത്. കൊന്നത് അവളുടെ ഭർത്താവായിരുന്നു. വെളുത്ത മാദകമായ വയറ്റിൽ അയാൾ കത്തി കുത്തിയിറക്കി. രക്തം സിൽക്കാരത്തോടെ തെറിച്ചു. ശരീരം സർപ്പദൃശ്യം പുളഞ്ഞു. രോമങ്ങൾ എഴുന്നേറ്റ് വെട്ടി വിയർത്തു. കണ്ണുകൾ തുറിച്ചു ഒന്ന് ഞരങ്ങി. നോക്കി നിൽക്കെ അവളുടെ കണ്ണുകൾ അണഞ്ഞണഞ്ഞു പോയി. അവൾ നിശബ്ദയും നിശ്ചലയുമായി നിദ്രയിലായി. മരിച്ചെന്ന് ഉറപ്പായപ്പോൾ കൊലയാളി കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. അവർ പേടിച്ചരണ്ടു. പരസ്പരം ഒട്ടി. ഇളയ കുട്ടിയെ അയാൾ വെറുപ്പോടെ നോക്കി. അവൾ അയാളുടെ രക്തമായിരുന്നില്ല. മൂത്ത കുട്ടിയെ അയാൾ അലിവോടെ നോക്കി. അവൾ അയാളുടെ രക്തമായിരുന്നു. ഒന്ന് നെടുവീർപ്പിട്ട് അയാൾ ഉറച്ച ചുവടുകളോടെ പുറത്തേക്ക് പോയി. പുറത്ത് മാനമായ പകൽ വാരി പുതച്ച മഴയുടെ സുതാര്യമായ മന്ത്രകോടിയിൽ അവളുടെ രക്തക്കറ പുരണ്ടു. മരവിപ്പിക്കുന്ന ചോരമണം മുറിയിൽ നിറഞ്ഞു. കറുത്ത മഴക്കാർ പോലെ ഭയം മുറിക്കുള്ളിൽ ഇരുട്ടും തണുപ്പും പരത്തി. തനിച്ചായെന്നും അമ്മയിനി എഴുന്നേൽക്കില്ലെന്ന് ഉറപ്പായപ്പോൾ കുട്ടികൾ ആദ്യത്തെ ഞെട്ടൽ മാറി അലറിക്കരഞ്ഞു. കൊല്ലപ്പെട്ട അമ്മയുടെ അനാഥ കുട്ടികൾ. അവർ അവളുടെ ചുമന്ന ശരീരത്തെ കെട്ടിപ്പുണർന്നു. അവരുടെ കുഞ്ഞു ശരീരങ്ങൾ അമ്മയുടെ രക്തമൊലിച്ചു. അവരും വേദനയിൽ പുളഞ്ഞു. അമ്മയുടെ രക്തം കുഞ്ഞു പാദങ്ങളിൽ ഭയാനകമായി ഒട്ടി. മൂത്ത കുട്ടി 8 വയസ്സുകാരി ആനാണ് നരേന്ദ്രനെ വിവരമറിയിച്ചത്. കടബാധ്യതാ കേസിൽ കിട്ടാനിടയുള്ള ശിക്ഷയെക്കുറിച്ചും അപ്പീലിൻ്റെ സാധ്യതയെക്കുറിച്ചും വിശദീകരിച്ച വക്കീലിൻ്റെ മുന്നിലിരുന്ന് വിയർക്കുകയായിരുന്നു അയാൾ. രണ്ടറ്റവുമടഞ്ഞ തുരങ്കത്തിൽ നിന്നെന്ന പോലെ, "അങ്കിളേ, എൻ്റെ അപ്പൻ അമ്മയെ കൊന്നു" എന്ന ദയനീയ കരച്ചിൽ കേട്ടപ്പോൾ അയാൾക്ക് കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് തല കറങ്ങി. "എന്തു പറ്റി നരേന്ദ്രൻ?" വക്കീൽ അന്വേഷിച്ചു. നരേന്ദ്രൻ ഉമിനീരിറക്കി. തൻ്റെ ഒരു പഴയ ജീവനക്കാരി മരിച്ചുപോയെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അറിയിച്ചു. വക്കീൽ സഹതാപം പ്രകടിപ്പിച്ചു. പുറത്തേക്ക് നടക്കുമ്പോൾ ചോരയിൽ ചവിട്ടിയതുപോലെ നരേന്ദ്രൻ്റെയും ചുവടുകൾ നിലത്ത് ഒട്ടി. പുറത്ത് അയാളുടെ പൊളിഞ്ഞുപോയ പരസ്യ കമ്പനിയിലെ കോപ്പി റൈറ്റർ ജയമോഹനും വേറെ ചിലർ ജീവനക്കാരും കാത്തു നിന്നിരുന്നു. അയാൾ ജയമോഹൻ്റെ ചുമലിൽ ചാഞ്ഞു. ഏഞ്ചല മരിച്ചു. ജയമോഹനും നടുങ്ങി. അയാളും കുറച്ചുനേരം സ്തംഭിച്ചു. പിന്നെ നെടുവീർപ്പിട്ടു. അല്പം കഴിഞ്ഞ് അയാൾ മറ്റുള്ളവരെയും വാർത്ത അറിയിച്ചു. കേട്ടവർ നിശബ്ദരായി, നെടുവീർപ്പിട്ടു. ഇതാണ് ആദ്യത്തെ പാർട്ട് 1. ഇപ്പോൾ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.